ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഇവിടെ നല്ല മഴ ഉണ്ട്. നിങ്ങളവിടെയൊക്കെ നല്ല മഴ ഉണ്ടോ? ഇനി രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അലൂഫിന് നല്ല ഇഷ്ടമാണ് ചപ്പാത്തി. അപ്പോൾ പിന്നെ അലൂഫിന് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടക്കറി ആദ്യം ഉണ്ടാക്കി വെച്ചു കേട്ടോ. പിന്നെ ചപ്പാത്തി ആവുന്നതിനനുസരിച്ച് ചായ കുടിച്ചണൊക്കെ കുടിച്ചാലോ. അപ്പോൾ പിന്നെ കറി ആദ്യം ഉണ്ടാക്കി വെച്ചു, ചായ ഉണ്ടാക്കി, ചപ്പാത്തി ചൂടാണ് കേട്ടോ. ചപ്പാത്തി ചൂടാം. അപ്പോൾ ചപ്പാത്തി ചൂടുമ്പോൾ നമുക്ക് ഇണ്ണിത്തണ്ട് ഉണ്ട്, അത് എടുക്ക് നുറുക്കും ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇണ്ണിത്തണ്ട് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ നുറുക്കുന്നുണ്ട് ഇണ്ണിത്തണ്ട് കേട്ടോ. അതിന് നമുക്ക് ചപ്പാത്തി കഴിഞ്ഞ് പേരിയും വെക്കാമല്ലോ അടുപ്പത്ത് തന്നെ. അപ്പോൾ പിന്നെ മക്കൾക്ക് പാത്രത്തിൽ കൂട്ടാനാക്കാണ് കേട്ടോ. പിന്നെ പപ്പായ ഉപ്പിലിട്ടതാണ് കേട്ടോ കൊണ്ടുപോകണത് രണ്ടാളും. അപ്പോൾ മക്കളും മതിശക്ക് ഒഴിഞ്ഞ് അപ്പോൾ തന്നെ ആക്കി വെച്ച വെള്ളക്കുപ്പി ആക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടാൻ പാത്രം ഇങ്ങനെ കവറിലാക്കാം കേട്ടോ. അല്ലെങ്കിൽ പപ്പായ ഉപ്പിലിട്ടതല്ലേ, അതിൻ്റെ വെള്ളം ഒഴിച്ചണ്ടല്ലോ, എന്നിട്ട് പിന്നെ ആ ബുക്കിലൊക്കെ ആവില്ല. ഞാൻ ഏത് കൂട്ടാനായാലും ഇങ്ങനെ കവറിലാക്കി കൊടുക്കലുണ്ട് രണ്ടാൾക്കും. എന്നാൽ പിന്നെ പേടിയില്ല, ബുക്കിലാവുന്നതും ഒഴിക്കുന്നതൊന്നും പേടിയില്ല. ഇങ്ങനെ കവറിലാക്കിയാലും ഇങ്ങനെ കവറിലാക്കി കൊടുക്കും. പിന്നെ ചോറ് അവിടെ നിന്ന് വാങ്ങല കേട്ടോ, കൂട്ടാൻ പിന്നെ കൊണ്ടുപോകില്ല. ചോറ് പിന്നെ അവിടെ നിന്ന് കിട്ടും. എല്ലാ കുട്ടികളും അവിടെ നിന്ന് വാങ്ങല കേട്ടോ ചോറ്. ഇങ്ങനെ ചോറായി കേട്ടോ. ചോറ് ഊറ്റാൻ തുടങ്ങി. പിന്നെ ഇണ്ണിത്തണ്ടിൻ്റെ പെരി വെക്കാൻ വിചാരിച്ചു കേട്ടോ. ചോറായിട്ട് പിന്നെ ഇണ്ണിത്തണ്ടിൻ്റെ പെരി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നുറുക്കിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ പറഞ്ഞു. ഞാൻ ഇന്നലെ ഇണ്ണിത്തണ്ടും മുതിരയും അങ്ങനെ ഇട്ട വെച്ചെന്ന്. മുതിരയൊന്നും ഇല്ലാതെ തേങ്ങ ഒന്നും ഇടാതെ ഇട്ടൊന്നും ഉണ്ടാക്കണേ. ഇന്ന് വേറൊരു മോഡൽ. വലിയുള്ളി, മുളക്, കരിവേപ്പിൻ്റെ എല്ലാം ആദ്യം ഇട്ടാണ്ട് കൂട്ടാണ്ട് നല്ലോണം മൂപ്പിച്ചതിൻ്റെ ശേഷം ഇണ്ണിത്തണ്ട് നുറുക്കിയത് ഇട്ടുകൊടുത്താണ്ട് വെള്ളം ഒന്ന് പാരരുത് കേട്ടോ. വെള്ളം നമുക്ക് അതിൽ തന്നെ വരും കേട്ടോ. ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇണ്ണിത്തണ്ടിൽ തന്നെ വെള്ളം ഉണ്ടാവും. വെള്ളം പാരരുത്. വെള്ളം പാരാൻ നമുക്ക് പേര് ഒരു രസവും കിട്ടൂലല്ലോ. അപ്പോൾ വെള്ളം പാരാതെ പിന്നെ മൂടി വെച്ചാണ്ട് ഇങ്ങനെ ആയിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നാണ്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കലും. പിന്നെ നമുക്ക് തേങ്ങയും മുളകും അരച്ച് അങ്ങനെ വേണമെങ്കിലും ഇടട്ടെ, നമുക്ക് അങ്ങനെ ഇടട്ടെ. നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ എന്തൊക്കെ, പിന്നെ അത് ഞാൻ ചട്ടിക്ക് ഇട്ടു. ആ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വേറെ പണിയെടുക്കാൻ പോയി കേട്ടോ. ഇതാവും ചെയ്യല്ലോ. പിന്നെ ഒരൊച്ച കേട്ടാണ്ട് റൂമിലേക്ക് പോയി നോക്കിയത് കേട്ടോ. അപ്പോൾ റൂമിലുണ്ട് ജനാൽമം കിളി ഇങ്ങനെ കൊത്തണ ചില്ലമ്മ കേട്ടോ. ഞാൻ ഒച്ച ഇട്ട് പോയിട്ടും ടും ജനാലാരോ മുട്ടണ പോലെ വെച്ച് തോന്നി. അപ്പോൾ ആരെ പോയി രാവിലെ മുട്ടണ വിചാരിച്ചാണ് ജനാലി. ഇപ്പോൾ പോയൊക്കെ ഇപ്പോൾ കിളി കാണാൻ നല്ല ഭംഗിയുള്ള കിളി കേട്ടോ. അതിൻ്റെ കളികൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ കിളികളെ ഇങ്ങനെ ജനല മുട്ട, പിന്നെ മേൽക്ക് പാറ, പിന്നെ അടിക്ക് മേൽക്ക് അടിക്ക് അങ്ങനെ പാറി കളിച്ചട്ടങ്ങൾ.